എന്താണ് ഈ കോഴ്സ്? ഖുലാസ ദർസ് എന്നാണ് പറഞ്ഞത്. ഖുലാസ എന്ന് പറഞ്ഞാൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതരിൽ പ്രമുഖരായ കോടമ്പുഴ ഖലമുൽ ഇസ്ലാം അബ്ദുറഹ്മാൻ ബാവ മുസ്ലിയാർ മഹാനവറുകളുടെ 100 രചനകളിൽ ഏകദേശം 28ഓളം പ്രിൻ്റുകൾ നടന്ന കിതാബാണ് ഖുലാസ എന്ന കിതാബ്. ഷാഫിഈ മദ്ഹബിലെ കർമ്മശാസ്ത്രത്തിലാണ് ഖുലാസ രചിക്കപ്പെട്ടത്. കർമ്മശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വ്യക്തി ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തുകൊണ്ടുള്ള കിതാബാണ് ഖുലാസ. എന്നാൽ വളരെ സിമ്പിളായി, ലളിതമായി, സാധാരണക്കാരന് പോലും മനസ്സിലാകുന്ന ശൈലിയിൽ അവതരിപ്പിച്ചിട്ടുള്ള ഗ്രന്ഥവും കൂടിയാണ് ഖുലാസ. ചുരുക്കത്തിൽ വുളുഇൻ്റെ ഷർത്തുകൾ 5 ആ 5 നാം ക്രമപ്രകാരം എണ്ണിയിട്ടുണ്ട്. മിൻ അത്റാഫിൽ അസാബി, വിരലുകളുടെ അറ്റങ്ങൾ മുതൽ മുകൾ ഭാഗത്ത് നടത്തുക. ഇലാ സാഖിഹി, അവൻ്റെ കണങ്കാലിലേക്ക് നടത്തുക. ആദ്യമായിട്ട് നിയ്യത്ത് ചെയ്യണം. നിയ്യത്ത് ചെയ്യുന്നതോടുകൂടെ തന്നെ പറയുകയും വേണം, വുളുഇൻ്റെ സുന്നത്തുകളെ ഞാൻ കരുതി. പലപ്പോഴും ചില ആളുകളൊക്കെ മിസ്വാക്ക് ചെയ്യുമ്പോൾ മുൻപിലെ പല്ലുകൾ മാത്രം അവർ ചെയ്യും. കോട്ടിലെ പല്ലുകൾ മിസ്വാക്ക് ചെയ്യുന്ന വിവരമേ അറിയില്ല. ബഅദ മസ്ഹിൻ നാസിയത്തി, നാസിയത്ത് തടവിയതിന് ശേഷം. നാസിയത്ത് മൂർധാവ്. അപ്പോൾ തലപ്പാവ് മൂർധാവിലേക്ക് നീക്കി വെക്കുന്നു. മൂർധാവ് തടവിയതിന് ശേഷം ബാക്കി തലപ്പാവിൻ്റെ മുകളിലൂടെ തടവുന്നു. ശേഷം 2 വിരലുകൾ കൊണ്ട് ചെവിക്കുഴിയിൽ തടവും. അതിനുശേഷം മൂന്നാമതായി 7 ദിവസം വ്യത്യസ്ത സമയങ്ങളിൽ രക്തം കണ്ട സ്ത്രീ താൻ കണ്ട സമയമെല്ലാം കൂട്ടി നോക്കുമ്പോൾ 24 മണിക്കൂർ ഇല്ലെങ്കിൽ അത് ഹൈലാവുകയില്ല. എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് തിരിഞ്ഞ് ചെയ്തത്? തയമ്മും ചെയ്യുന്നതിൻ്റെ ഈ പൊടിപടലങ്ങൾ ശുദ്ധമായി ഈ മണ്ണിലാകാൻ പാടില്ല. ഒരു സ്കെയിൽ കുത്തനെ നിൽക്കുന്നു. അതിൻ്റെ നിഴൽ നിങ്ങൾക്ക് കാണാം. നിഴൽ അടയാളപ്പെടുത്തിയ വസ്തുവിൻ്റെ അടുത്തേക്കത് നീണ്ടിട്ടുണ്ട്. ഇങ്ങനെ അവൻ്റെ തല ഇവിടെ, കാലിവിടെ, കിബില അങ്ങോട്ട്. ഒരു തലയണ മറ്റേ വെച്ച് കുറച്ച് ഉയർത്തു. അപ്പോൾ മുഖവും കിബിലക്കാകും, ഉള്ളൻ കാലും കിബിലക്കാകും. കത്തബ, അവൻ എഴുതി. യക്തുബു, അവൻ എഴുതും. തക്തുബു, തക്തുബു എന്നാൽ 2 അർത്ഥമുണ്ടാകും. അവൾ എഴുതും എന്നർത്ഥമുണ്ടാകും. നീ ഒരു പുരുഷൻ എഴുതും എന്നും അർത്ഥമുണ്ടാകും. അപ്പോൾ എങ്ങനെ മനസ്സിലാക്കും? മലർന്നു കടന്ന് നിസ്കരിക്കുന്നവൻ ഇപ്രകാരമാണ് കിടക്കുക. അവൻ്റെ മുഖം കിബിലക്ക് അഭിമുഖമാണ്. ഉള്ളൻ കാലും കിബിലക്ക് നേരെയാണ്. തല കുറച്ച് ഉയർത്തി വെച്ചതുകൊണ്ട് മുഖം കിബിലക്ക് നേരെ. ഔ സക്കറുൻ വമ്രഅത്തുൻ, ഒരു ആണും പെണ്ണും വന്നാൽ വഖഫ സക്കറു, സക്കർ നിൽക്കണം അഥവാ പുരുഷൻ നിൽക്കണം. അൻ യമീനിൽ ഇമാമി, ഇമാമിൻ്റെ വലതുഭാഗത്ത്. വൽ മർഅത്തു, പെണ്ണ് നിൽക്കണം ഖൽഫ സക്കരി. ഇതാണ് കഫൻ ചെയ്യുന്നതിൻ്റെ രൂപം. ചില നാടുകളിൽ ഈ തുണികൾക്ക് പുറമെയായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ അടിഭാഗത്ത് സംരക്ഷണത്തിന് ഉപയോഗിക്കാറുണ്ട്. അത് അനിവാര്യമാണെങ്കിൽ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. അപ്പോൾ സൂക്ഷിച്ചു വെക്കുക എന്നോ മറ്റൊരാൾക്ക് കൊടുക്കുക എന്നോ ഉദ്ദേശിക്കലോടുകൂടെ ആ വസ്തുവിൻ്റെ സക്കാത്ത് മുറിഞ്ഞു. ഇനി എന്നാണോ അതിനെ കച്ചവടച്ചരക്കായിട്ട് വിൽക്കാനുള്ള വസ്തു എന്ന രീതിയിൽ അദ്ദേഹം കാണുന്നത്, അതുമുതലാണ് അടുത്ത വർഷം ആരംഭിക്കുന്നത്. കഫാറത്ത് പുരുഷനാണോ കൊടുക്കേണ്ടത്, സ്ത്രീയാണോ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ 2 ആളുകളും കൊടുക്കേണ്ടതുണ്ടോ? വൈന്നമാ തജിബു, തീർച്ചയായും കഫാറത്ത് നിർബന്ധമാകുന്നതിൽ വാത്ത് ഈ സംയോഗം ചെയ്ത പുരുഷനാണ്. അമ്മൽ മൗത്തു അത്തു, അപ്പോൾ സംയോഗം ചെയ്യപ്പെട്ട സ്ത്രീ. ഈ അധ്യായത്തിൽ കഫാറത്തിനെ കുറിച്ചും സുന്നത്ത് നോമ്പുകളെക്കുറിച്ചും എഅ്തികാഫിനെ കുറിച്ചും നാം പഠിച്ചിട്ടുണ്ട്.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അറിവുകൾ വിശദമായി പഠിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി സയ്യിദിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.